ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒരു ബ്രൈഡൽ വർക്കിന് പോവാണ്. അതും ഏർലി മോർണിംഗ് ആണ് ബ്രൈഡൽ വർക്ക് വരുന്നത് കേട്ടോ. കാരണം ഏർലി മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മിഡ് നൈറ്റിലാണ് വരുന്നത്. 12 o'clock നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സമയത്ത് പോയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത് കേട്ടോ. ഞാനുണ്ട്, അമ്മയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പോകുന്നത്. സോ ബ്രൈഡിൻ്റെ ആക്ച്വലി കല്യാണം വരുന്നത് ഗുരുവായൂർ വെച്ചിട്ടാണ്. ബ്രൈഡിൻ്റെ വീടാണെങ്കിൽ ഇവിടെ പാലക്കാടാണ്. സോ മേക്കപ്പ് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഗുരുവായൂരിലോട്ട് ട്രാവൽ ചെയ്ത് പോകാൻ. 5 മണിക്കാണ് മുഹൂർത്തം. സോ മുഹൂർത്തം കഴിഞ്ഞിട്ട് എഗെയിൻ അവർ ഇങ്ങോട്ടേക്ക് വരും. സെക്കൻഡ് ചേഞ്ച് ഇവിടെ വെച്ചിട്ടാണ്, ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെയാണ്. സോ അപ്പോൾ ഇന്നൊരു ഫുൾ ഒരു ബിസി ഉറക്കമില്ലാത്ത ദിവസമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. വർക്കുള്ള ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേറൊരു ചെറിയൊരു ഗസ്റ്റ് മേക്കപ്പും കൂടെ വരുന്നുണ്ട്. ഇവരുടെ അല്ല, വേറെയാണ് വരുന്നത്. അതൊരു ഈവനിങ്ങാണ് വരുന്നത്. സോ അതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ബ്രൈഡിൻ്റെ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ ബ്രൈഡിൻ്റെ സാരിയൊക്കെ നമ്മൾ ഓൾറെഡി പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മൊത്തം കാണിക്കുന്നില്ല കേട്ടോ, അകത്താണ്. ഇത് രാവിലത്തെ മുഹൂർത്തത്തിന് കൊടുക്കേണ്ട സാരിയാണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ സാരിയൊക്കെ വാങ്ങുന്ന സമയത്ത് ഇത് കണ്ടില്ല, ഇത് ഭയങ്കര തിന്നായിട്ടുള്ള സാരിയാണ്. എസ്പെഷ്യലി നമ്മൾ ഈ സെറ്റ് സാരിയൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലുള്ള ഭയങ്കര തിന്നായിട്ടുള്ള കസവ് എടുക്കാതെ കുറച്ച് തിക്കായിട്ടുള്ള കസവ് എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്ലീറ്റ് ചെയ്യാനും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല നമ്മൾ എവിടെ തൊട്ടാലും ആ ഒരു സാരി ഇട്ട് എവിടെ തൊട്ടാലും അതങ്ങനെ ചുളുങ്ങി ഉടഞ്ഞു പോകുന്നൊരു സാരിയാണ് കേട്ടോ. നമ്മൾ എത്രത്തോളം നമ്മൾ പെർഫെക്റ്റ് ആക്കിയാലും മര്യാദയ്ക്ക് നിൽക്കില്ല. സോ കുറച്ചെങ്കിലും കട്ടിയുള്ളൊരു കസവുള്ള സാരി എടുക്കുന്നതായിരിക്കും. കസവ് മാത്രമല്ല, ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെയും കുറച്ച് കട്ടിയുള്ളൊരു മെറ്റീരിയൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇത് ഭയങ്കര തിന്നായിരുന്നു. അത്യാവശ്യം നമ്മൾ നല്ലതുപോലെ കഷ്ടപ്പെട്ടിട്ട് പ്ലീറ്റ് ചെയ്ത് വെച്ചതാണ്. അതാണ് ഞാൻ എടുത്ത് കാണിക്കാത്തത്. സോ നമുക്ക് എന്തായാലും ഡ്രൈപ്പ് ചെയ്തിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രൈഡിൻ്റെ അമ്മയും പിന്നെ കസിൻ ആരോ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് സ്നേഹ കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഐസ് മസാജ് കൊടുത്തിട്ടുണ്ട്, നല്ലതുപോലെ കൊടുത്തു. സോ നമ്മുടെ അധികം ഒന്ന് സ്വെറ്റ് ആവാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ ഫേസ് മേക്കപ്പ് ഒക്കെ ഏകദേശം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്ക് ചേരും പോലെ ഒരു ഹെയർ സ്റ്റൈലായിരുന്നു നമ്മൾ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ അധികം ഒന്ന് സ്കിൻ ടോൺ ഒന്നും ചേഞ്ച് ചെയ്യാതെ എക്സാക്ട് സ്കിൻ ടോണിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ആളുടെ ഹെയർ ആണെങ്കിൽ ബൊട്ടോസ് ചെയ്ത ഹെയർ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് കേൾസ് ഒക്കെ ലാസ്റ്റ് ചെയ്യുമെന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, നമ്മുടെ കേൾസ് നല്ലതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരുങ്ങി കഴിഞ്ഞിട്ട് വേണം ആൾക്ക് ഗുരുവായൂർ ചെന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ. അപ്പോൾ ഇതാണ് സ്നേഹയുടെ ഒരു ഓൾമോസ്റ്റ് ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ട് വേറെ ക്ലിപ്സ് ആഡ് ചെയ്തിട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഇതായിരുന്നു സ്നേഹയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാരി നമുക്ക് കുറച്ചെങ്കിലും കനമുള്ളതാണെങ്കിൽ നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എവിടെ തൊട്ടാലും അത് ഉടഞ്ഞ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് സ്നേഹയുടെ ഒരു കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഇവർ തിരിച്ചു വരും. തിരിച്ച് വന്നിട്ടാണ് ഫംഗ്ഷൻ എല്ലാം വരുന്നത്. ഇവിടെയാണ് താലി കെട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹെയറൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്നേഹ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അത് മാത്രം മതിയായിരുന്നു. പക്ഷെ നല്ലതുപോലെ ആൾ സ്വെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നമ്മുടെ മേക്കപ്പിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു മാറ്റ് ലുക്കാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഭയങ്കര ഗ്ലോ ആയിട്ടൊരു ലുക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. വീട്ടിൽ ചെന്ന് നമ്മളൊക്കെ ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് അവർ വരുമ്പോഴത്തേക്കും വരാം എന്നായിരുന്നു പ്ലാൻ. അങ്ങനെ നമ്മൾ വീടെത്തി ഒന്ന് ഫ്രഷായി ഉറങ്ങി എണീറ്റു. എന്നിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ അമ്മയുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു 11:30 ഒക്കെ ആകുമ്പോഴത്തേക്കും കഴിയണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഓഡിറ്റോറിയത്തിലോട്ട്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ടായിരുന്നു നമ്മൾ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു ഓഡിറ്റോറിയം. അത്യാവശ്യം നല്ല ഓഡിറ്റോറിയം ആയിരുന്നു. പക്ഷേ നമ്മൾ ഡ്രസ്സിംഗ് റൂമിൽ ചെന്നപ്പോഴായിരുന്നു ഈ ഒരു സംഭവം കണ്ടത്. ഒട്ടും തന്നെ വൃത്തിയില്ല. അവരെവിടെയും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഫുൾ പൊടിയായിരുന്നു. നമുക്ക് ഇവിടെ ഒന്ന് 2 മിനിറ്റ് നിൽക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ബ്രൈഡിന് ഇവിടെ വെച്ച് എങ്ങനെ ഒരുക്കുന്നായിരുന്നു നമുക്ക് ആകെ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് ടൈം 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരു ഫാന് പോലും ഇല്ലായിരുന്നു. ഇത് സ്റ്റേജിൽ കറങ്ങുന്ന ഫാനാണ് കേട്ടോ. ഒരു കണ്ണാടിയോ ചെയറോ ടേബിളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇവിടെ വെച്ച് ഒരുക്കാൻ ഒട്ടും തന്നെ പോസിബിൾ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ സ്നേഹനെ വിളിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോയി ഒരുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു നമ്മുടെ വീട്. ഒരു 5 മിനിറ്റ്സ് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്നേഹനെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് നമ്മൾ
അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു കേട്ടോ. കാരണം ഇത്രയും വലിയൊരു ഓഡിറ്റോറിയം കൊടുത്തിട്ട് ഈ ഒരു ഒട്ടും തന്നെ ക്ലീൻ ആക്കാത്ത കാര്യം ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും സ്നേഹം എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴേക്കും നമ്മൾ നമ്മുടെ ബ്രൈഡിനെയും വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് വണ്ടിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ടൈം നമ്മുടെ വേസ്റ്റായി പോയിട്ടോ. 11:30 ഫംഗ്ഷൻ വരുന്നത്. നമ്മൾ വീട് എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 10:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്നായിരുന്നു ക്യുക്കായിട്ടായിരുന്നു സാരി ചേഞ്ച് ചെയ്ത് ഹെയർ സ്റ്റൈലും ചേഞ്ച് ചെയ്യണമായിരുന്നു. നമ്മുടെ മേക്കപ്പ് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുങ്കുമം ഇട്ടപ്പോഴത്തേക്കും നല്ലതുപോലെ സ്പ്രെഡ് ആക്കിയിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ആൾ വേർക്കും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നെറ്റിയിൽ നല്ലതുപോലെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്ത് ഫേസൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ സാരി ഒന്ന് പെട്ടെന്ന് തന്നെ മാറ്റി ഓർണമെൻറ്റ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു, ചുട്ടി മാറ്റി, പെട്ടെന്ന് തന്നെ ചെറുതായിട്ട് നമ്മൾ ഹെയർ സ്റ്റൈലും ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അവർ വിളിച്ചുകൊണ്ട് തൊട്ടട്ട് കഴിയാറായില്ലെന്ന് ചോദിച്ചിട്ട് നമ്മൾ അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തൊരു വർക്കായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ഇതേ സ്നേഹയുടെ ലുക്ക് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇത് ഈ ഒരു ഗോൾഡൻ കളർ സാരിയാണ് കേട്ടോ വരുന്നത്. എനിക്ക് ഈ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൾക്ക് നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ സ്നേഹയുടെ ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്കൊന്നും എനിക്ക് കംപ്ലീറ്റ്ലി എടുക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഹെയർ ഇതുപോലെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും സമയം ഓൾമോസ്റ്റ് 11:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ അവർ പെട്ടെന്ന് തന്നെ പോയി. അവർക്ക് ടൈം ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയിട്ടോ. കാരണം ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.